നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാ ഈ ഫോൺ എന്ന് പറയുന്ന സംഗതി. രാഘവേട്ട, ഇന്ന് എന്റെ അവസ്ഥ കണ്ടില്ലേ? ഒന്നും ചെയ്യാനില്ലാതെ മുഷിച്ചിലായി പോയി. അല്ല, ഭാമയുടെ ഫോൺ എന്തിയെ? ആ, രാഘവേട്ടനോട് ഞാൻ പറഞ്ഞില്ലേ, ശ്യാമയുടെ കൈതട്ടി ഫോൺ താഴെ വീണെന്ന്. ഓ, രോഹിത് അത് ശരിയാക്കാന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ട്. ഇനി കുറച്ചേരം നമുക്ക് ഈ പരിപാടി കാണാം. മനസ്സിന് അല്പം സമാധാനെങ്കിലും ഉണ്ടാവുമല്ലോ. മനസ്സിന് സമാധാനം ഉണ്ടാവണമെങ്കിലേ ആദ്യം നന്നാവേണ്ട മനസ്സ് തന്നെ. വല്ലതും പറഞ്ഞോ? രോഹിത് വരുന്നു പറഞ്ഞതാ. ആ, കറക്റ്റായിട്ടൊന്നും പെട്ടില്ല. സത്യമേ, ഡിസ്പ്ലേ മാറ്റേണ്ടി വന്നു. ഓ, ഫോൺ ശരിയായില്ലോടാ. എടാ, അറിയാവുന്ന ആൾക്കാരുടെ നമ്പർ മുഴുവൻ ഇതിനകത്താ. ഇതെന്താ ഇത് വെച്ചിരിക്കുന്നേ? രാഘവേട്ടനെ ശാന്തി സമാധാനവും നിറഞ്ഞ വാക്കുകൾ കേൾക്കണോന്ന്. അതിന് സന്യാസത്തോളം വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. കേക്കട്ടെ. എന്നിട്ട് ശിഷ്ടകാലം രാമേശ്വരത്തോ കാശിയിലോ പോയി ജീവിക്കട്ടെ. ഇക്കണക്കിന് പോയാ അതിനെ ചെല്ലണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്റെ ഇവിടുത്തെ സ്ഥാനം ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പ്രായം ചെന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഓ, ഭീകരായിരിക്കും, ഭീകരം. ഡാ മക്കളെ, ഡാ അതൊന്ന് ഉറക്കെ വെച്ചോളാ, ഞാനൊന്ന് കേക്കട്ടെ. നമ്മുടെ മനസ്സും ശരീരവും പ്രാർത്ഥനയിൽ ലയിപ്പിക്കുക, ചിന്തകളെയും പ്രാർത്ഥനയിൽ ലയിപ്പിക്കുക. ഈശ്വരന്റെ ലക്ഷ്യസ്ഥാനം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനാകുക. ഇതിൽ പരമാനന്ദം മറ്റെവിടെ നിന്നാണ് ലഭിക്കുക? ഞാനെന്നും എന്റേതെന്നും ഉൾപ്പെടെ സകലതും ത്യജിച്ച അവസ്ഥയാണ് സന്യാസം. അല്ല, ഇതെന്താ കുടുംബത്തോടെ എല്ലാരും ആത്മീയതയിലേക്ക് തിരിയാൻ പോവാണോ? അതെ, ഇന്നത്തെ കാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന മനസ്സമാനാണല്ലോ. അല്ല, അതില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം അല്ലേ? അദ്ദേഹം പറയുന്നത് അതിലേക്കുള്ള വഴിയാ. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം ക്ഷേത്രം തന്നെയാണ്. ക്ഷേത്രം ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിലൂടെ നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളെ നീക്കി സ്വയം ശുദ്ധീകരിക്കാനും ക്ഷേത്രമാകുന്ന ഈ കണ്ണാടിക്ക് കഴിയും. ഔ, വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ അല്ലേ ചാ? കേട്ടപ്പോ വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കണം തോന്നുക. അങ്ങേരുടെ വാക്കുകളെ, ഓ, പണ്ഡിതനാ, മഹാപണ്ഡിതൻ. ഇവനെന്ത് പണ്ഡിതനാ, എന്താ താടി മീശയും. ഓ, ഇവനെന്താ പറ്റി? നനഞ്ഞ കോഴി പോലെ അകത്തേ കയറി പോകുന്നുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.